പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിസ്മയ ന്യൂസിൽ 2-3 ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു വാർത്ത കുറച്ച് മുമ്പേ കണ്ടപ്പോൾ എനിക്കൊരു അസ്വാഭാവികത തോന്നി. നുണയാണെന്ന് തോന്നിയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോൾ കൗതുകകരമായ കുറേ കാര്യങ്ങൾ കേട്ടു. ആ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ മലയാളികളുടെ ചീഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ, അതാണ്. അത് ചീഞ്ഞ സ്വഭാവം എന്ന് പറയുന്ന ഒന്ന് ആരന്റെ മുതൽ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ത്വര. അത് അവനവന്റെ മുതൽ അവിടെ പാത്ത് വെച്ചിട്ട് ആരാന്റെ മുതൽ മാന്തി എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത്. പിന്നെ രണ്ടാമത് നുണ പറഞ്ഞ് ഒരു വ്യക്തിയെ എങ്ങനെ നാശമാക്കാം എന്നുള്ള മീഡിയകളുടെ ഒരു ഒരു വൃത്തികെട്ട സ്വഭാവം. ഇവിടെ വിസ്മയ ന്യൂസ് അമ്മാതിരി പണി കാണിച്ചപ്പോൾ അതൊന്ന് മാന്തി പുറത്തിടണം തോന്നി. സത്യാവസ്ഥ എന്തെന്ന് പറയണം തോന്നി. അല്ലാതെ ഈ വീഡിയോ പതിനായിരങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ചുരുക്കി ഞാനൊന്ന് പറയാം. താല്പര്യമുള്ളവരൊന്ന് മുഴുവനായിട്ടൊന്ന് കാണും. സലീം എന്ന് പറയുന്ന പാങ്ങോട് കൊച്ചാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കൂലിപ്പണിക്കാരനാണ്. അയാൾക്ക് അവിടെ ഒരു വീട് വെച്ച് 10-26 കൊല്ലമായിട്ട് താമസിച്ചു വരുന്നു. അതുപോലെ ആ പ്രദേശത്ത് അയാളുടെ വീടിന്റെ പറമ്പിന്റെ പിന്നാമ്പുറത്തായിട്ട് 2-3 കുടുംബങ്ങളുണ്ട്. അവരും അവിടെ താമസിച്ചു വരുന്നു. ഇന്ന് അവിടെ നടക്കുന്ന ഒരു തർക്കം എന്ന് പറയുന്നത് സലീമിന്റെ ഒരു ഒരു മതില്, ആ മതിൽ ചാരി ഒരു നടപടി കടന്നു പോകുന്നുണ്ട്. ആ മതില് കഴിഞ്ഞ ദിവസം ആരോ രാത്രി പൊളിച്ചു കളഞ്ഞു, ബലമായി പൊളിച്ചു കളഞ്ഞു. ആ പ്രദേശത്തുള്ള ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് ആരും അറിയാതെ വന്ന് പൊളിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. പിറ്റേന്ന് അദ്ദേഹം പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പൊളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്ന് നോക്കി, കാര്യം മനസ്സിലായി. പിന്നെ അയാൾ വന്ന് പരാതി കൊടുത്തു. പോലീസുകാർക്കും കഥ മനസ്സിലായി. പോലീസ് സംരക്ഷണയിൽ മതിൽ തിരികെ കെട്ടി. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇത്തരം കണ്ടുകൊണ്ടുന്നത്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ പ്രദേശത്തുള്ളവർക്ക് റോഡ് വേണം. ആ റോഡിന് വേണ്ടി ഇദ്ദേഹം സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു 1/2 സെന്റ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റോഡാകും. ഇദ്ദേഹത്തിന്റെ സ്ഥലം ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും റോഡ് വെട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതാണ് ഇതിന്റെ നിജസ്ഥിതി. അപ്പൊ ഇയാള് റോഡിന് സ്ഥലം വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ഇവർ കയറി നിരത്തിയതാണ്, കയ്യേറിയതാണ്. അതൊന്നും വിസ്മയ ന്യൂസ് പറയുന്നില്ല. അപ്പോൾ വിസ്മയ ന്യൂസ് കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചതുകൊണ്ട് ആ സത്യം ഞാൻ എന്റെ ചാനലിലൂടെ ഞാനൊന്ന് പറയുകയാണ്. ഒന്ന്, ഈ സലീം വഴി കൊടുക്കാത്ത ആളല്ല, കൊടുത്ത ചരിത്രമുള്ള ആളായിട്ടാണ് എന്നോട് ആ നാട്ടിലുള്ള ചിലരൊക്കെ പറഞ്ഞത്. ഇദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു സ്ത്രീക്ക് വീട് പണിക്ക് വേണ്ടി വാഹനം വരാതായപ്പോൾ ഇദ്ദേഹത്തിന്റെ പാടത്ത് മണ്ണിട്ട് അത് നിലം നികത്തി അതുവഴിയാണ് വണ്ടി കൊണ്ടുവരാൻ സാധിച്ചതും അതിപ്പോഴും അവർ റോഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ വഴി കൊടുക്കാത്ത ആളല്ല. പിന്നെ രണ്ടാമത്, ഇവർ ഒരു റോഡ് വെട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് ഈ മെയിൻ റോഡിലേക്ക് മുട്ടാനാണ് 1/2 സെന്റ് സലീമിന്റെ സ്ഥലം വേണ്ടത്. ഈ വെട്ടിയ സ്ഥലത്തിന്റെ സലീമിന്റെ വക സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന വേലിക്കല്ലും മറ്റെല്ലാം പിഴുത് കളഞ്ഞ് സലീമിന്റെ സ്ഥലം കൂടി കയ്യേറിയിട്ട് അവർ റോഡ് വെട്ടിയേക്കുന്നത്. അത് ഒരു മനുഷ്യനും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കയറി ഇങ്ങ് വെട്ടിയേക്കാണ്. സലീം അറിഞ്ഞിട്ടില്ല, സലീമിന്റെ അനുമതി വാങ്ങിയിട്ടില്ല, അതുപോലെ അയാളോട് പറഞ്ഞിട്ട് ഒന്നുമില്ല. അയാൾ വന്ന് നോക്കുമ്പോൾ അയാളുടെ സ്ഥലം കയ്യേറി റോഡ് വെട്ടിയിരിക്കുന്നു. ഇതാണ് കാണുന്നത്. അയാളുടെ സ്ഥലവും കൂടി കയ്യേറി റോഡ് വെട്ടിയിരിക്കുന്നു. അതാണ് ശരി. അത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങേ തലക്കെത്തുമ്പോൾ, റോഡിലേക്ക് എത്തുന്ന ഭാഗത്തെത്തുമ്പോൾ സലീം അവിടെ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിൽ പൊളിച്ചു കൊടുക്കണമെന്നും 1/2 സെന്റ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, 1/2 സെന്റ് എന്നവർ പറയുന്നു, മിക്കവാറും 1 സെന്റ് വേണ്ടി വരും. ഏതായാലും ആ 1/2 സെന്റ് കൂടി സലീം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ റോഡ് മുഴുവനാകുമെന്നും അത് വിട്ടുകൊടുക്കാനും വേണ്ടി പല സമവായ ചർച്ചകൾ നടന്നു. സലീം വഴിപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. സംഭവം സലീം പറഞ്ഞത്, എനിക്ക് സ്ഥലം വിട്ടുതരാൻ പറ്റില്ല, അവിടെ അതിനുള്ള ഒരു 1-2 തെങ്ങുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് എന്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ തരാണെങ്കിൽ ഞാനത് വിട്ടുതരാമെന്ന്. ന്യായമല്ലേ അത്? അപ്പോൾ ഇതിന് മറ്റുള്ളവർ പറയുന്നത്, ഞങ്ങൾക്കത് പണം തരാനുള്ള വകുപ്പില്ല, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് നിങ്ങൾ സൗജന്യമായിട്ട് വിട്ടു തരണം എന്നാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ തർക്കം. അങ്ങനെ സൗജന്യമായി സലീം വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഈ കുടുംബങ്ങളും ബാക്കിയുള്ളവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം കയറി നിരത്തി മതിലൊക്കെ പൊളിച്ചു. ആ കഥയാണ് പറഞ്ഞു കേട്ടത്. ഇനി പറയാത്ത, വിസ്മയ ന്യൂസ് പറയാത്ത ചില കഥകളിൽ ഒന്നാണ് നിങ്ങളോട് പറഞ്ഞത്. സലീമിന്റെ നിലവിലുള്ള പറമ്പ് കയ്യേറിയാണ് റോഡ് വെട്ടിയത് എന്നുള്ളത് വിസ്മയ ന്യൂസ് പറഞ്ഞിട്ടില്ല, മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ട്. 10-22 കുടുംബങ്ങൾ ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല, അത് മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ട്. മതിൽ പൊളിഞ്ഞതല്ല, ഈ ഇവരെല്ലാരും കൂടി ഒന്ന് പൊളിച്ച് കയ്യേറിയതാണെന്ന് വിസ്മയ ന്യൂസ് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് പൊളിച്ചു എന്നതാണ് സത്യം. ഇനി ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം കൂടെ ഉണ്ട്. പിന്നാമ്പുറത്ത് റോഡ് പ്ലോട്ട് തിരിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഈ സലീം സ്ഥലം കൊടുക്കേണ്ടത്, റോഡ്. ഇനി ഒന്നും കൂടി ഉണ്ട് ഞെട്ടിക്കുന്നത്. സലീം എവിടെയാണോ സ്ഥലം വിട്ടുകൊടുക്കേണ്ടത്, അതൊരു വഴിയിൽ ചാരിയാണ്. ആ വഴിയുടെ മറുവശത്ത്
ആർക്ക് വേണ്ടിയാണോ ഈ റോഡ് വരുന്നത് അവരുടെ സ്ഥലമാണ്. അപ്പോൾ സ്വന്തം സ്ഥലം എടുത്ത് ആ റോഡ് വെട്ടിയിട്ട് സ്വന്തം പറമ്പിലേക്ക് റോഡ് വെട്ടുന്നതിന് പകരം അതെനിക്ക് എടുക്കാൻ പറ്റില്ല, മറ്റൊരാളുടെ സ്ഥലം വേണം, അതും പണം തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇതൊന്നും വിസ്മയ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊന്ന് പറയണം തോന്നി. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇതിന് പിന്നാമ്പുറത്ത് തങ്ങളുടെ സ്ഥലങ്ങൾ റോഡ് തിരിച്ച് വിൽക്കാൻ വേണ്ടി സ്വന്തം സ്ഥലത്തുകൂടി റോഡ് വെട്ടുന്നതിന് പകരം ആരാന്റെ സ്ഥലം കയ്യേറി റോഡ് വെട്ടുന്നു. ഇതാണ് ഇതിന്റെ വസ്തുത. ഇതിനെ അങ്ങോട്ട് ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടിയിട്ട് വിസ്മയ ന്യൂസ് കാണിച്ചതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. സലീമിന് പറയാനുള്ളത് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പൊ വീഡിയോയില് നിങ്ങള് ഒരു വിഭാഗത്തിന് ഏതാണ്ട് 20-22ഓളം പേർക്ക് അവിടെ വഴി തടസ്സമായിട്ട് അവർക്ക് യാത്രാ സൗകര്യം ഒരു നിങ്ങൾ അവരുടെ ഒരു 1/2 സെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രശ്നം തീരുമെന്ന് പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ അതിനൊരു തടസ്സമായിട്ട് നിങ്ങൾക്ക് എന്താ അത് പറയാൻ കൊടുക്കാതിരിക്കാൻ കാരണം എന്താ? അതില് തടസ്സമായിട്ട് പറയാനായിട്ട് തടസ്സം എന്നുള്ള ഇല്ല അതില്. കാരണം അവിടുത്തെ ജനപ്രതിനിധികളും മറ്റുള്ളവരും വന്നിട്ട് സാമൂഹ്യ പ്രവർത്തകരൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചതാണ്. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു. കാരണം എനിക്ക് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 26 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മേടിച്ചവിടെ വീട് വെച്ചാണ്. വീട് വെക്കുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ പ്രമാണത്തിലൊന്നും വഴിയുന്നില്ല. ഒരു ലിങ്സ് വഴിയൊന്നും ആ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ആകെ 2 വീട്, ശരിക്കും പറഞ്ഞ 2 വീടേ ഉള്ളൂ. ഇപ്പോഴും 2 വീടേ എന്റെ വസ്തുവിന് താഴെ ഉള്ളൂ. മറ്റുള്ള ഇവർ പറയുന്ന ഈ 20 വീട് 30 വീടെന്നൊന്നും അവർ കാണിച്ചു തരണം. കാരണം അത് എവിടെയോ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ ഇത് സംസാരിച്ച് അപ്പോൾ ഞാൻ ചെറിയൊരു എമൗണ്ട് ചോദിച്ചിരുന്നു. അപ്പൊ വന്നവർ പറഞ്ഞു അത് ന്യായമായ കാര്യം, നീ കൊടുക്കൂല എന്ന് പറഞ്ഞില്ലല്ലോ. മറ്റുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും 1 സെന്റ് പോലും കൊടുക്കില്ല എന്ന് ജനപ്രതിനിധികൾ വരെ പറഞ്ഞില്ല. ഞങ്ങൾ അതിനകത്തോളം കൊടുക്കത്തില്ല. കാരണം ഇന്നത്തെ കാലം അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി വന്നു 4-ന്റെ അന്ന്. ഇങ്ങനെ ഒരു രാവിലെ ഒരു കോള് വരുന്നു. ഫ്രണ്ടിൽ പോസ്റ്റ് ഉണ്ട്, അതിന്റെ ലൈറ്റ് എല്ലാം അവർ ഓഫാക്കിയിട്ട് ഒരു 10-11 മണിക്ക് ശേഷം അവർ കയറി ഫുള്ള് ഇടിച്ച് പൊളിച്ച് മൈതാനമാക്കി അവർ എന്റെ വീടിന്റെ ഗ്ലാസ് വരെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ച് അവിടെ നിന്ന് പാങ്ങോട് പോലീസുമായിട്ട് ഇൻഫോം ചെയ്ത് അപ്പൊ അവർ വന്നിട്ട് അവർ പറഞ്ഞ് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതെന്താണ് അത് കണക്ക് കയറി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ഇവർ മുമ്പ് ഒരു വിസ്മയ ചാനൽ കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് കൊണ്ടുവന്നായിരിക്കും ഇങ്ങനെ പൊളിഞ്ഞു കിടന്ന മതിലാണ്. അപ്പൊ ഇവരിത് മൊത്തം ഇടിച്ച് മൈതാനമാക്കിയിട്ട് രാത്രി ഇടിക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഞാൻ വരികയും അപ്പൊ അങ്ങോട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ വന്ന് സ്റ്റേഷനിൽ വന്ന് അവിടെ SI സാർ വന്ന് അവരെയൊക്കെ വിളിപ്പിച്ച് ഇപ്പൊ മതിൽ കെട്ടാൻ വന്നപ്പോൾ മതിൽ കെട്ടിക്കൊണ്ട് പണിക്കാർ വന്നപ്പോൾ ഇവർ ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ അത് കെട്ടാൻ പറ്റില്ല, ഇത് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ച് അപ്പൊ നിങ്ങൾ തന്നെയാണ് പൊളിച്ചതല്ലേ? അപ്പൊ അവള് പറയുന്നത് ആ സ്ത്രീ പറഞ്ഞു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ ഓപ്പോസിറ്റ് വീട്ടിലുള്ളവരാണ് എനിക്ക് പറഞ്ഞു തന്നെ അവരെ തെറി വിളിക്കുകയും തെറികളുടെ അഭിഷേകം ചെയ്യുകയും ആ പാവപ്പെട്ട ഒരു സ്ത്രീയെ അങ്ങനെ അവർ പോയി കംപ്ലൈന്റ് കൊടുത്തു. അവർ വേറെ കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ ഈ സ്ത്രീക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തോ? ഈ വന്ന ഈ സ്ത്രീയുടെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള അവരെ തെറി വിളിക്കുകയും അവരെ ആക്രമിക്കുമെന്ന് പറയുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അവരെന്തൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. SI സാർ വന്ന് അതിന്റെ മേൽ നടപടികളെടുത്ത് എന്റെ അടുത്ത് പറഞ്ഞ് അതിൽ അതേപോലെ കെട്ടാൻ പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. റോഡ് വെട്ടിക്കൊണ്ട് വരുന്നത് എന്റെ ഈ വസ്തുവിന്റെ താഴ്ഭാഗത്താണ്. അവിടെ നിന്ന് അവർ അതിന്റെ മുള്ളുവേലി എല്ലാം എടുത്ത് കളഞ്ഞ് അത് അവർ ആദ്യം വെട്ടുമ്പോഴേ എന്റെ അടുത്ത് ഒരു അയൽവാസി വിളിച്ച് പറഞ്ഞു താഴെ നിന്റെ മുള്ളുവേലി അതിർത്തി എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുകയോ പോലീസ് ഈ കാര്യം ഞാൻ പറയുകയോ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് അതുവരെ വന്നെങ്കിൽ വന്നോട്ടെ. ഇവർക്ക് വീട്ടിലേക്ക് അവർ വേറെ റോഡ് വരുന്നുണ്ട്, പഞ്ചായത്ത് റോഡ് മുകളിൽ നിന്ന് വരുന്നത്. ശരിക്കും അതിലെയാണ് അവരുടെ പോക്കും വരവ് സഞ്ചാരങ്ങളൊക്കെ. ഇതിലെ അങ്ങനെ ആൾക്കാരൊന്നും വരത്തില്ല. ഇതിലെ ആകെ താഴെയുള്ള വീട്ടിലെ 2 പേര് അതിലേക്ക് കയറി പോകുന്നത് ഇറങ്ങി വരുന്നതല്ല. അപ്പൊ ആ പറയുന്ന സ്ത്രീക്ക് അവരുടെ വീട്ടിലേക്ക് മെറ്റീരിയൽ കൊണ്ടുവരാനും ഇങ്ങോട്ട് മുകളിലോട്ടുള്ള വേറെ സൈഡിലോട്ട് 2-3 വീടുണ്ട്. ആ വീട്ടിലോട്ട് കയറാനും എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ വയൽ നികത്തിക്കോട്ടോന്ന് ചോദിച്ചു. എനിക്ക് അവിടെ ഒരു വയലുണ്ട്, ചെറിയൊരു വയല്. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ലാതെ ഇവിടെ നികത്തിയിട്ട് അതിന്റെ സൈഡ് ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവരുടെ മെറ്റീരിയൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. അപ്പോഴും ഒന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോഴും ഈ സാമൂഹിക വിരുദ്ധരെ പോലെ അവർ കയറുകയും ആക്രമിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വധഭീഷണി വരെ ഉണ്ട്. അതിനുശേഷം ഇതെല്ലാം ചെയ്യിച്ചതിന് ബാക്കിലോട്ട് വസ്തുള്ളവരുണ്ട്, അവർക്ക് ഫോട്ടാക്കി തിരിക്കുകയാണ്. അപ്പൊ എന്നാൽ അവർക്ക് ആ മതിൽ എന്നോട് മതിൽ ചേർന്നിരിക്കുന്ന മതിലാർക്കും ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. അവർക്ക് അങ്ങനെയാണെങ്കിൽ അവരെ വസ്തു പ്രോപ്പർട്ടികൾ സെയിൽ ചെയ്യണമെങ്കിലോ പ്ലോട്ട് പിരിക്കണമെങ്കിലോ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവർ അത് ചെയ്തിട്ട് അതിന് നേതൃത്വം നൽകിയ ആൾക്കാരുണ്ട്. അവരത് അവരുടെ വസ്തുക്കളുണ്ട്, അവരത് ആണ് ചെയ്തു കൊടുക്കേണ്ടത്.
അല്ലാതെ എന്റെ മതിൽ വന്നിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആക്രമിക്കും, മറ്റതാണ് വധഭീഷണി, അങ്ങനെയൊക്കെ കുറെ അവർ കൊടുത്തു. അതിന്റെ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇതാണ് ഇതിന്റെ നിങ്ങളുടെ മതിലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ ഈ റോഡ് ഉണ്ടാക്കുന്നത്, ആ മതിലുകാർക്ക്? അവർക്കും ആവശ്യമുണ്ട്. കാരണം അവർക്കാണ് അതിന്റെ വസ്തു താഴോട്ട് കിടക്കുന്നത്. അപ്പൊ അവരാണ്, ആ പുള്ളിക്കാരനാണ് ഇതിന് അവിടെ നിന്ന് വസ്തു പുള്ളി കൊടുത്തിട്ട് ഇന്ന് മുകളിലോട്ട് കൊണ്ടുവന്നത്. എന്നാൽ പുള്ളി അതേ ലെവലിൽ പുള്ളിയുടെ മതിൽ പൊളിച്ചിട്ട് കൊടുത്താൽ പോലില്ലേ. അതിന് എന്റെ മതിൽ പൊളിക്കണമെന്ന്. അപ്പൊ അത് 2-3 ലക്ഷം രൂപ കൊടുത്ത് കെട്ടിപ്പൊക്കിയതാണ്, അത്രയും പിന്നെ എക്സ്പെൻസീവ് ആവും എന്നൊക്കെ അവിടെ പറയുന്നതായിട്ട്. ശരി. അപ്പൊ താങ്കളുടെ മതിലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള മതില് ആൾക്കാർക്കിടെ താഴെ കിടക്കുന്ന പറമ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് പൊളിച്ചത്. ശരിക്കും ഇത് ഈ താഴോട്ടുള്ള വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. ഇവരെ വെച്ചിട്ട് ഈ കക്ഷി കളിച്ചതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പുള്ളിക്കാണ് അതിന്റെ ആവശ്യമെങ്കിൽ പുള്ളിയുടെ മതിൽ പൊളിച്ചിട്ടല്ലേ ചെയ്യേണ്ടത്. 26 വർഷം കൊണ്ട് ഞാൻ അവിടെ താമസിക്കുന്ന 26 വർഷത്തിന് മുകളിലായ മതിൽ കെട്ടി. ഇവരത് രാത്രി കയറിയിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് 12 മണി 11 മണിക്ക് ശേഷം കൊണ്ട് വന്നിട്ട് അത്രയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ ആ മതിൽ അത്രയും ഇടിച്ച് പൊളിക്കാൻ പറ്റുള്ളൂ. ഒരു സൗണ്ട് പോലും കേൾക്കാതെ അവരത്രയും ചെയ്ത് വെച്ചേക്കുന്നത്. വീണ്ടും മതിൽ അതേപോലെ കെട്ടുവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പൈസ തരാം. ഇതാര് തരും? ഞാൻ ഒരു സ്ഥാപനത്തിൽ ഡെയിലി വേതനത്തിൽ ജീവിക്കുന്ന ഒരാളാണ്.